ഒരു വിദ്യാർത്ഥി എന്നത് ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഹയർ സ്റ്റഡീസ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഹയർ സ്റ്റഡീസിന് പോകുന്നു, ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നു. അതിനെന്താ റീസൺ? എൻ്റെ ഫ്രണ്ട്സ് ഒരു കോഴ്സിന് പോയി, അതുകൊണ്ട് ഞാനും ആ കോഴ്സിന് തന്നെ പോകുന്നു. പക്ഷേ അങ്ങനെ പോകുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ഹയർ സ്റ്റഡീസ് സ്റ്റക്കായി നിൽക്കുന്നത് കാണാം. അതിൻ്റെ റീസൺ അവരുടെ എബിലിറ്റി, അവരുടെ സ്ട്രെങ്ത്ത്, അവരുടെ സ്കില്ല് എന്നിവ അനുസരിച്ചുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് അവരുടെ ഫ്യൂച്ചർ സ്റ്റക്കായി നിൽക്കുന്നത്. അവിടെയാണ് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ആവശ്യകത വരുന്നത്. 2008 മുതൽ സ്റ്റുഡൻസിന് ഹയർ സ്റ്റഡീസിൻ്റെ ഗൈഡൻസും അതുപോലെ തന്നെ അവരുടെ സ്കിൽസ്, എബിലിറ്റി, സ്ട്രെങ്ത്ത് എന്നിവ അനുസരിച്ച് കോഴ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് മെഡിഹബ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് മെഡിഹബ് ഗ്ലോബൽ ചെയ്യുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? നിരവധി സ്റ്റുഡൻസ് അവരുടെ സ്കിൽസ്, ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്ത് ഇവയൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് ചേരുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് പലർക്കും അറിയത്തില്ല. സോ ഇത് അറിവില്ലാതെയാണ് ഒരുപാട് സ്റ്റുഡൻസ് ഒരു കോഴ്സിന് ചേരുന്നത്. സോ ആ ഒരു ഏരിയയിൽ അവരുടെ സ്കിൽസ്, സ്ട്രെങ്ത് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, അതിന് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ്, റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് എടുക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുന്നു. ഏതൊക്കെ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് മെഡിഹബ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റഡി ഇൻ ഇന്ത്യ, സ്റ്റഡി ഓൺലൈൻ, അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതിനകത്ത് ഡിഗ്രി ആൻഡ് PG കാര്യങ്ങളൊക്കെ വരും. പിന്നെ വരുന്നത് സ്റ്റഡി അബ്രോഡ്. അതുകൂടാതെ മെഡിക്കൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നേഴ്സിംഗ് സ്റ്റുഡൻസിന് അവർക്ക് മെഡിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് നേടിക്കൊടുക്കാനായിട്ട് നമ്മളവരെ സഹായിക്കുന്നു, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ. സ്റ്റഡി ഇന്ത്യയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റഡി ഇന്ത്യയിൽ ഏതൊക്കെ സർവീസസ് ആണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നതെന്ന് ഒന്ന് പറയാമോ? ഇപ്പോൾ സ്റ്റഡി ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു കുട്ടി, അപ്പോൾ അവർക്ക് ഒരു എബിലിറ്റി, ഇൻട്രസ്റ്റ്, സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിന് മാച്ച് ചെയ്യുന്ന റൈറ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്കിൽസിന് മാച്ച് ആകുന്ന ഒരു മെഡിക്കൽ ഫീൽഡാണ് അല്ലെങ്കിൽ നേഴ്സിംഗ് ആണ്. സോ നമ്മൾ അവരെ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യും. സോ മാത്രമല്ല, ഇനിയിപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് പോകാനാണ് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ സ്കിൽ സെറ്റ് ആപ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഡിസിപ്ലിനിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യും. സോ സ്റ്റഡി ഇൻ ഇന്ത്യയിൽ മാത്രമല്ല, സ്റ്റഡി അബ്രോഡിലും സ്റ്റഡി ഓൺലൈനും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളവരെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റഡി ഇന്ത്യനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതുകൂടാതെ മെഡിഹബിൻ്റെ മറ്റൊരു സർവീസാണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ നിരവധി കൺട്രീസിൽ നമ്മൾ സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ ചെയ്യുന്ന ഓസ്ട്രേലിയ, പിന്നെ ജർമ്മനി, ഓസ്ട്രിയ, പിന്നെ അയർലൻഡ് തുടങ്ങിയ നിരവധി കൺട്രീസിൽ, കൂടാതെ ലാത്വിയ, ലിത്വാനിയ, അൽബേനിയ, ജോർജിയ തുടങ്ങിയ നിരവധി കൺട്രീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് മെനി യൂറോപ്യൻ കൺട്രീസിൽ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നമ്മൾ അഡ്മിഷൻ കാര്യങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഗൈഡൻസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ മെഡിഹബിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന സർവീസസും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ഓഫ് കോഴ്സ്, സ്റ്റഡി എബ്രോഡ്, സ്റ്റഡി ഇന്ത്യ, സോ ഇവ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർവീസാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മോഡാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനകത്ത് ഓൺലൈനായിട്ട് PG, UG കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും അവരുടെ ഒരു പ്രൊഫഷണൽ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മോഡ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു വർക്കിംഗ് കാറ്റഗറി ആയിട്ടുള്ള ആൾ, അവർക്ക് റെഗുലറായിട്ട് പോയി പഠിക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. സോ അവർക്കൊരു പ്രൊമോഷൻ വേണം. സോ നമ്മൾ അവർക്ക് അവരുടെ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളായിരിക്കാം, അത് ചെയ്യാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഗൈഡൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. സോ അപ്പോൾ മെഡിഹബ് എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റുഡൻസിന് മാത്രമാണോ സർവീസസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മെഡിഹബിൻ്റെ സർവീസസ് ആർക്കൊക്കെ ബെനിഫിറ്റബിൾ ആണ് എന്നൊന്ന് പറയാമോ? നമ്മൾ സ്റ്റുഡൻസിന് മാത്രമല്ല,
ഇപ്പോൾ വർക്ക് ചെയ്യുന്ന, ആദ്യം പറഞ്ഞതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന്, കൂടാതെ ഹൗസ് വൈഫ്സിന്, കരിയർ ഗ്യാപ്പ് വന്നവർക്ക്, പാർട്ട് ടൈം ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കും. സോ മുന്നമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ആൾക്ക് അവരുടെ ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ടൈമിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു മോഡ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ അവരെ നമ്മൾ സഹായിക്കുന്നു. കൂടാതെ റൈറ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാൻ നമ്മളവരെ സഹായിക്കുന്നു. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വന്നവർക്കാണെങ്കിൽ പോലും അവർക്ക് എന്താ പറയുക, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് കിട്ടുന്നതിനുള്ള എഡ്യൂക്കേഷൻ മോഡ് അത് നമ്മൾ കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. സോ അവരുടെ സ്കിൽസ് ഏതാണ്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മേഖല ഏതാണ്, ഇനി നെക്സ്റ്റ് എങ്ങനെ അവർക്ക് ഏത് ചെയ്താലാണ് അടുത്തൊരു സ്റ്റെപ്പ് ഒരു പ്രൊമോഷണൽ ലെവലിലേക്ക് പോകാൻ പറ്റുന്നത്, അടുത്തൊരു കരിയർ അപ്ഗ്രഡേഷനിലേക്ക് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. സോ ഇതെല്ലാം കണക്കിലെടുത്ത് അവരുടെ ആ ഒരു മേഖലകളെല്ലാം കണക്കിലെടുത്ത് അവരുടെ ഇൻട്രസ്റ്റ് കണക്കിലെടുത്ത് അവർക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. സോ ഇറ്റ്സ് നോട്ട് ഫോർ സ്റ്റുഡൻസ്, നമ്മളെല്ലാവർക്കും എല്ലാ കാറ്റഗറി പെടുന്നവർക്കും നമ്മൾ സർവീസ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റുള്ള കൺസൾട്ടൻസിയിൽ നിന്ന് മെഡിഹബിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ആ സ്റ്റുഡൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നൊന്ന് പറയണം. ഫസ്റ്റ് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ സെക്കൻഡ് പേരൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അവർ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷന് പോകുന്നവരാണ്. സോ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്വദേശത്ത് നിന്ന് മാറിയുന്നവർ പല ഡിസ്ട്രിക്റ്റുകളിലോ അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലോ അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഹോസ്റ്റലിലോ ഒക്കെ ആയിരിക്കും അവർ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ പോയി നിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ആവശ്യകത വളരെ വലുതാണ്. സോ ആസ് എ സെക്കൻഡ് പേരൻ്റ് എന്ന നിലയ്ക്ക് അവർക്ക് അവരുടെ ഒരു മെൻ്റൽ സപ്പോർട്ട്, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടായി നമ്മളോട് ഷെയർ ചെയ്യാൻ നമ്മൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ പെർസീവ് ചെയ്യുന്നു. കൂടാതെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളിലൂടെ അഡ്മിഷൻ എടുത്തു, ഇപ്പോൾ അക്കാഡമിക്കൽ ലെവൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ട്, പേരൻസിന് ഇടപെടാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അവർക്ക് വേണ്ടി ഓൺ ദി ബിഹാഫ് ഓഫ് ദെം നമ്മളൊരു സെക്കൻഡ് പേരൻ്റായിട്ട് നിന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റിനോട് സംസാരിച്ച്. പിന്നെ വരുന്നൊരു കാര്യമാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമ്മൾ പുറത്ത് പോയി നിൽക്കുന്ന സ്റ്റുഡൻസ് അവർക്ക് കൃത്യമായിട്ടുള്ള, അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നു, അവർക്ക് കൃത്യമായിട്ട് അവിടെ ആ എഡ്യൂക്കേഷനിൽ അവർക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടുത്തെ ഫുഡ്, രണ്ട് അവിടുത്തെ എൻവയോൺമെൻറ്റ്, പിന്നെ മൂന്നാം അവിടുത്തെ താമസം, ഇത് കൃത്യമായിരിക്കും, ഇത് ഹെൽത്തി ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഹൈജീനിക് അല്ലാത്തൊരു പ്ലേസിൽ കൊണ്ടുപോയി നിർത്തിയാൽ എങ്ങനെ ഉണ്ടാക്കിയൊരവസ്ഥ, മാനസികമായിട്ട് അതവരെ ബാധിക്കും. ഫുഡ് നല്ലതല്ല, അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റിയ അവരുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡായിരിക്കണം, നല്ല ഫുഡായിരിക്കണം. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളവരെ ആ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ അങ്ങനെയുള്ള പ്ലേസസിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത്. മാത്രമല്ല ആ കോളേജിലെ അറ്റ്മോസ്ഫിയർ, പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ബെറ്റർ ഒരു എൻവയോൺമെൻറ്റിലേക്കാണ് നമ്മൾ കുട്ടികളെ നമ്മൾ പറഞ്ഞു വിടുന്നത്. സോ അവർക്ക് ആ ഒരു ഇത്രയും ഒരു 3 കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, കൂടാതെ സെക്കൻഡ് പേരൻ്റ് എന്ന ഒരു റോളുകൾ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അവൈലബിൾ ആകുമ്പോൾ അവരുടെ എന്താ പറയുക, എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും ബെറ്റർ ആയിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസസിൻ്റെ പാക്കേജസ് എന്തൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ സർവീസ് ചാർജ് 0 ആണ്. സോ 0 സർവീസ് ചാർജ്. പിന്നെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുന്നു, അത് മുതൽ അവർക്ക് അവരുടെ പഠിത്തം കഴിയുന്നതുവരെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കി കൊടുക്കുന്നു. സോ ഇപ്പോൾ കോളേജസിൽ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസുകളുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് റൈഡ്സ് നടക്കുന്നു അല്ലേ. സോ അവർക്ക് അങ്ങോട്ട് പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് നടക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്ലേസ്മെൻറ്റ് താല്പര്യമില്ല. സോ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഭാഗത്തു നിന്ന് പ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മളുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. കൂടാതെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ സ്കിൽസ്, CV ബിൽഡ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആ മേഖല കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഇൻ്റർവ്യൂ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ പ്ലസ് CV ബിൽഡിങ്ങിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്.
മെഡിഹബ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻസ് മാത്രമാണോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് അവരുടെ സ്കിൽസിനനുസരിച്ചുള്ള കോഴ്സിലേക്ക് ഒരു ഗൈഡൻസ് മാത്രമാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസസ് നമുക്ക് അവൈലബിൾ ആണോ? സ്റ്റഡി ഇന്ത്യ, സ്റ്റഡി അബ്രോഡ്, സ്റ്റഡി ഓൺലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇവയ്ക്ക് പുറമേ നമ്മൾ മെഡിക്കൽ കരിയർ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ മെഡിഹബ് എന്ന് പറയുന്ന സ്ഥാപനം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡൻസിന് സ്റ്റഡി ഇന്ത്യ, സ്റ്റഡി അബ്രോഡ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങിയ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. സ്റ്റുഡൻസിന് മാത്രമല്ല, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഹൗസ് വൈഫ്സ്, കരിയർ ഗ്യാപ്പ് വന്നവർ തുടങ്ങിയവർക്കും ഞങ്ങളുടെ സർവീസസ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ കരിയർ ഏറ്റവും ഫ്ലറിഷ് ആക്കാൻ അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിറ്റബിൾ ആക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് മെഡിഹബ് ഗ്ലോബൽ, യുവർ സെക്കൻഡ് പാരന്റ്, ഓൾവേസ് വിത്ത് യു.